പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 26 തിങ്കൾ. പ്രധാന വാർത്തകൾ. ഒമാൻ സൗദി അതിർത്തി പ്രദേശമായ റുബുഉൽ ഖാലി ബോർഡറിൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ച് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി. അതിർത്തി മേഖലയിൽ അടിയന്തര സേവനങ്ങൾ ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തിലാണ് ഇവിടെ ആംബുലൻസുകൾ ഒരുക്കിയതെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഒമാന്റെ വിവിധ ബോർഡറുകളിൽ നിലവിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സേവനം ലഭ്യമാക്കി വരുന്നുണ്ട്. ഒമാനും സൗദിക്കും ഇടയിൽ കരാതിർത്തി വഴിയുള്ള യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഒമാനും സൗദിക്കും ഇടയിൽ കരാതിർത്തി വഴിയുള്ള യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ മുസന്ന വിലായത്തിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. ബോട്ടിലുണ്ടായിരുന്ന 2 സ്വദേശികളെയും റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ട ബോട്ട് കടലിൽ മുങ്ങുകയായിരുന്നു. രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ ഉണർത്തി. സുൽത്താനേറ്റിൽ പുതിയ വിനോദസഞ്ചാര പദ്ധതികൾക്ക് കരാറിലെത്തി അധികൃതർ. വിവിധ ഗവർണറേറ്റുകളിലെ ടൂറിസം വികസന പദ്ധതികളുടെ ഭാഗമായി 3 ധാരണാപത്രങ്ങളിൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഒപ്പുവെച്ചു. സൂർ വിലായത്തിലെ വാദി ഷാബിനെ വർഷം മുഴുവനും സംയോജിത വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്ന സാഹസിക പാർക്കായി ഒരുക്കും. ഗസബ്, നഖൽ എന്നീ വിലായത്തുകളിൽ 2 സംയോജിത ടൂറിസം സമുച്ചയങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള പാട്ടക്കരാറുകളിലുമാണ് മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി ഒപ്പുവെച്ചത്. ചൂട് കത്തിക്കയറുകയാണ് ഒമാനടക്കം ഗൾഫ് നാടുകളിൽ. അനുദിനം ക്രമാനുഗതമായി താപനില ഉയരുന്നു. അന്തരീക്ഷ ഈർപ്പവും കൂടിയതോടെ പകലും രാത്രിയുമെല്ലാം കാലാവസ്ഥ അത്ര സുഖകരമല്ല. എന്നാൽ അവധിക്കാലം വരുന്നതിനാൽ കുറച്ചു നാളുകൾ മാറി നിൽക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ. ഇതിനിടെ നാട്ടിൽ നേരത്തെ എത്തിയ മഴക്കാലവും പ്രവാസികളുടെ യാത്ര വഴി മുടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ആഴ്ചകൾ കടുത്ത ചൂടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിൽ നിന്ന് ഒഴിയാ മഴയുടെയും വെള്ളക്കെട്ടിന്റെയും കഥകളാണ് കേൾക്കുന്നത്. മഴ ദുരിതം കൂടുതൽ ജില്ലകളെ ബാധിക്കുന്നതിനാൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അവധിക്കാലത്തെ നാട്ടിൽ പോക്കിനെ കുറിച്ച് പ്രവാസി മലയാളികൾ പുനരാലോചന നടത്തുന്നത്. ഉയർന്ന ടിക്കറ്റ് നിരക്കും നൽകി നാട്ടിലെത്തുമ്പോൾ വെള്ളപ്പൊക്കമാണെങ്കിൽ അവധി കുളമാകും. അവധി ദിനങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു രാജ്യത്തെ തണുപ്പിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുകയാണെന്ന് പ്രവാസികൾ ചിന്തിക്കുന്നു. പുതിയ തലമുറയിലെ കുട്ടികളും ഈ ചിന്തകൾക്ക് ലൈക്കടിക്കുന്നു. ദോഫാർ ഗവർണറേറ്റിലെ മസ്യൂന പ്രദേശത്ത് മാൻഹോളിൽ വീണ് ചികിത്സയിലായിരുന്ന മലയാളി നഴ്സ് മരണപ്പെട്ടു. ഗുരുതര പരിക്കുകളോടെ സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോട്ടയം പാമ്പാടി സ്വദേശി ലക്ഷ്മി വിജയകുമാർ 34 വയസ്സ് ആണ് മരണപ്പെട്ടത്. മെയ് 15 ആണ് സലാലയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ മസ്യൂനയിൽ വെച്ച് ഇവർ അപകടത്തിൽപ്പെടുന്നത്. ഇവിടെ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായ ലക്ഷ്മി താമസസ്ഥലത്ത് നിന്നും മാലിന്യം കളയുന്നതിനായി ബലദിയ വേസ്റ്റ് ബിന്നിന് അരികിലേക്ക് പോകുന്നതിനിടെ കാൽ തെന്നി മാൻഹോളിലേക്ക് വീഴുകയായിരുന്നു. നിസ്വ വിലായത്തിലെ വാഹന റിപ്പയർ കടയിൽ തീപിടുത്തം. ദാഖ്ലിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആളപായങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. സംഭവത്തിൽ നിരവധി വാഹനങ്ങളാണ് കത്തിനശിച്ചത്. വൻ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നു. ദോഫാർ ഗവർണറേറ്റിൽ വന്യജീവി നിയമം ലംഘിച്ച 3 പേരെ അറസ്റ്റ് ചെയ്തു. റോയൽ ഒമാൻ പോലീസിന്റെയും റോയൽ ആർമി ഓഫ് ഒമാനിന്റെയും സഹകരണത്തോടെ പരിസ്ഥിതി അതോറിറ്റിയാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമവിചാരണ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വന്യജീവികളെ ദ്രോഹിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി അതോറിറ്റി പറഞ്ഞു. ഒമാന്റെ പ്രകൃതി സംരക്ഷിക്കുന്നതിൽ സുരക്ഷാ സേനയുടെയും പ്രാദേശിക സമൂഹത്തിന്റെയും തുടർച്ചയായ സഹകരണത്തിന് അതോറിറ്റി നന്ദിയും അറിയിച്ചു.
വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴ ലഭിച്ചു. അൽഹംറ, റുസ്താഖ്, സുഹാർ, ജബൽ അക്തർ, ഇബ്രി, യങ്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നലെ പകൽ സമയങ്ങളിൽ ഭാഗികമായി മഴ ലഭിച്ചത്. ചിലയിടങ്ങളിൽ വാദികളിൽ മഴവെള്ളം ഒഴുകിയെത്തി. തെക്കുപടിഞ്ഞാറൻ കാറ്റും ശക്തമായിരുന്നു. തീരപ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ ഉയർന്നു. അതേസമയം ഇന്നലെ ഒമാന്റെ മറ്റു പ്രദേശങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. വരും ദിവസങ്ങളിലും കഠിന ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. മഹ്ദയിലാണ് ഇന്നലെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. 46.9 ഡിഗ്രിയായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.